അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് 5th ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് ടേക്സ് ഇൻ എ സ്ട്രിംഗ് ആൻഡ് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് എ പാലിൻഡ്രോം യൂസിങ് ആൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഒരു സ്ട്രിങ് കൊടുത്ത് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് അത് പാലിൻഡ്രോം ആണോ അല്ലയോ ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാലിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരു ഫ്രേസ് ഓരോ വേർഡ് അതുപോലെ സ്ട്രിങ്, അപ്പൊ അതിനകത്ത് ഡബിൾ കോട്സിനകത്ത് കൊടുക്കുമ്പോൾ അത് സ്ട്രിങ് ആകും. അപ്പൊ ആ ഒരു വേർഡ് നമുക്ക് തിരിച്ച്, അതായത് റിവേഴ്സ് രീതിയിൽ വായിച്ചാലും അതേ സെയിം അർത്ഥം തന്നെ വരുന്ന രീതിയിലാണ് നമുക്ക് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എ വേർഡ് ഓർ എ ഫ്രേസ് ദാറ്റ് റീഡ്സ് ദ സെയിം ബാക്ക്വേർഡ്സ് ആസ് ഫോർവേഡ്സ്. അതായത് ബാക്ക്വേർഡ്സ് വായിച്ചാലും ഫോർവേഡ് വായിച്ചാലും സെയിം ആയിട്ടുള്ള വേർഡ് ആയിരിക്കും, സെയിം അർത്ഥമുള്ള വേർഡ് ആയിരിക്കും, അഥവാ സെയിം ആയിട്ടായിരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മൾ ലെവൽ എന്ന് എഴുതി കാണിച്ചത് LEVEL, ലെവൽ. ഇതിപ്പോ തിരിച്ചു എഴുതിയാൽ എന്തായിരിക്കും? LEVE, അത് തന്നെ, അതായത് LEVE. അപ്പൊ നമ്മൾ അതേപോലുള്ളൊരു സ്ട്രിങ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ഒരു കോഡ് എഴുതാം. ഞാനിവിടെ സ്ട്രിങ് എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സ്ട്രിങ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യിപ്പിക്കാം. ഇൻപുട്ട് ഓഫ് ഡബിൾ കോട്സിനകത്ത് എന്റർ ദ സ്ട്രിങ് എന്ന് കൊടുക്കാം. എന്റർ ദ സ്ട്രിങ്. ഓക്കെ, സ്പേസ് ഇട്ട് ഇൻഡന്റേഷൻ. അവിടെ ഇൻഡന്റേഷൻ കൊടുത്തത് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന തൊട്ട് ഇഫിലോട്ടല്ല അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് പാലിൻഡ്രോം സ്പെസിഫിക് ആയിട്ട് ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു പുതിയ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അതായിട്ട് ന്യൂ സ്ട്രിങ് എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ന്യൂ സ്ട്രിങ് ഈസ് ഈക്വൽ ടു സ്ട്രിങ് സെറ്റിനകത്ത് ഇൻഡന്റേഷന്റെ 2 കോളം കൊടുക്കണം നമ്മൾ. അപ്പൊ അത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ അത് സ്ലൈസിങ് ഓപ്പറേറ്റർ ആയിട്ടാണ് ഇവിടെ നമ്മൾ ആക്ട് ചെയ്യുന്നത്. കോഡിനകത്ത് സ്ലൈസിങ് ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഏത് പൊസിഷൻ, അതായത് എവിടെ തൊട്ട് തുടങ്ങണമെന്ന് കൊടുക്കുകയാണ്. ഓക്കെ, -1. അപ്പൊ പൈത്തണിനകത്ത് നമ്മൾ -1 എന്ന് ഉദ്ദേശിക്കുമ്പോൾ ലാസ്റ്റ് പൊസിഷൻ തൊട്ട് റീഡ് ചെയ്യണം. അപ്പൊ നമ്മളൊരു സ്ട്രിങ് ഇവിടെ ഹലോന്നോ ലെവലിനോ അഥവാ അത് ഡബിൾ കോഴ്സിനകത്ത് കൊടുക്കുമ്പോൾ സ്ട്രിങ്, ആ സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് വേർഡ് അഥവാ ലാസ്റ്റ് ലെറ്റർ തൊട്ട് അത് സ്ലൈസ് ചെയ്ത് നോക്കും. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ -1 കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ, ന്യൂ സ്ട്രിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഇഫ് ന്യൂ സ്ട്രിങ് ഇവിടെ വന്നിട്ട് അത് എൻ്റർ അടിച്ചാൽ മതി. ന്യൂ സ്ട്രിങ് ഡബിൾ ഈക്വൽ ടു സ്ട്രിങ്. ന്യൂ സ്ട്രിങ് ഡബിൾ ഈക്വൽ ടു, അതായത് രണ്ട് സൈഡും, അതായത് ഈ ന്യൂ സ്ട്രിങ്ങും നമ്മൾ കൊടുത്തേക്കുന്ന സ്ട്രിങ്ങും സെയിം ആണെങ്കിൽ എന്ന അർത്ഥമുള്ള കോഡാണ് ഇത്. സെയിം ആണെങ്കിൽ എന്താണ് പ്രിന്റ് ഓഫ് എന്താണ് ഡബിൾ കോട്സിനകത്ത് ഇറ്റ് ഈസ് എ പാലിൻഡ്രോം എന്ന് കൊടുക്കാം. PALINDROME അല്ലേ? പാലിൻഡ്രോം എന്ന് കൊടുക്കാം. അല്ല ഇതൊരു സ്ട്രിങ് അല്ലെങ്കിൽ, അതായത് റിവേഴ്സ് ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റാത്ത വേർഡ് അതിനാണ് നമ്മൾ ഇതിന് പാലിൻഡ്രോം എന്ന് പറയുന്നത്. റിവേഴ്സ് ചെയ്ത് വായിക്കാൻ പറ്റുന്നേ, അഥവാ അങ്ങനെ വായിക്കാൻ പറ്റാത്ത ആണെങ്കിൽ എന്തുവാ എൽസ് പ്രിന്റ് ഓഫ്, എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഈസ് നോട്ട് എ പാലിൻഡ്രോം. ഒരല്ലേ ഉള്ളു പാലിൻഡ്രോം. പാലിൻഡ്രോം. ഓക്കെ, നമുക്ക് ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് എൻ്റർ സ്ട്രിങ് നമുക്ക് കൊടുത്തു നോക്കാം. കൊടുത്തു നോക്കി, പാലിൻഡ്രോം അല്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഇത് കൊടുത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. അല്ലാതെ ഇവിടെ റൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ലെവലിൽ തന്നെ കൊടുത്തു നോക്കാം. LEVEL ലെവലിൽ കൊടുത്ത് എൻ്റർ അടിച്ചാൽ അത് പാലിൻഡ്രോം. കാരണം നമുക്ക് തിരിച്ചും മറിച്ചും വായിക്കാൻ പറ്റും. അതായത് ഫ്രണ്ടിൽ നിന്ന് വായിക്കും, ബാക്കിൽ നിന്ന് വായിച്ചാൽ ലെവൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം.